വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന് വളരെ അടുത്തായി പെരിങ്ങാല ജംഗ്ഷൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്ടിനുള്ളിലെ 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ബസ് റൂട്ടിലേക്ക് വെറും 280 മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5.25 സെന്റ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസുമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ബോക്സി എലിവേഷന് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ വർക്കുകളും 4-way ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എലിവേഷന് ഭംഗി നൽകാനായി 2 ബാൽക്കണി കൂടി വരുന്നുണ്ട്. 4.5 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രോജക്റ്റ് വരുന്നത്. വില്ല പ്രോജക്റ്റിന്റെ എൻട്രൻസ് ഭാഗത്തായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. കൂടാതെ കോമ്പൗണ്ട് വാളിന് ഭംഗി നൽകാനായി സ്ക്വയർ ട്യൂബ് വർക്കും വരുന്നുണ്ട്. വിശാലമായ ഒരു ഓപ്പണിംഗ് ആണ് ഈ ഒരു വീടിന് ഉള്ളത്. 2 ഭാഗത്തേക്കും സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ വരുന്നത്. കൂടാതെ 2 സ്ലൈഡിംഗ് ഗേറ്റിലും 2 ഫോൾഡിംഗ് ഡോറ് കൂടി നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ 2 സൈഡിലും റോഡാണ് വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. 19 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ കാർപോർട്സിൻ്റെ റൂഫിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിനോട് ചേർന്ന് ഈ ഒരു പോർഷനായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 8.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് 3ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ട് ഒരു 4-way ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും ഒരു പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ നൽകി ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കോമ്പൗണ്ട് വാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. 12 അടി നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെയായിട്ട് 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. 2 പാളിയായിട്ട് വളരെ മനോഹരമായ ഒരു ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം സിൽവർ കളർ സ്ട്രിപ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് നീളമുള്ള 2 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ വരുന്നത്. സീലിംഗിലേക്ക് വന്നാൽ ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് വുഡൻ ടെക്സ്ചറിൽ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്ക സ്പേസും ഒക്കെ നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ കാണാം. ഈ പാർട്ടീഷനിൽ അത്യാവശ്യം ഡക്ക സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിങ്ങിൽ സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കും ഈ ഒരു പാർട്ടീഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
പിന്നീട് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് ഒരു 6 ഡോർ വിൻഡോ കൂടി നൽകിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 14 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ വെസ്റ്റിലേക്കും ഒരു 6 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നാൽ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ റൂഫിൽ സർക്കിൾ ഷേപ്പിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ സീലിംഗിൽ ലിവിങ്ങിനോട് തന്നെ സാമ്യമാവുന്ന രീതിയിൽ തന്നെ ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിലാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. കൂടാതെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. കൂടാതെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടറിന്റെ താഴ്ഭാഗത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ വെച്ച് നമുക്കിത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്കാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസും വരുന്നുണ്ട്. ഇത് വീടിനുള്ളിലായിട്ടാണ് വരുന്നത്. ഈ വീട്ടിൽ GMന്റെ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ കിച്ചൻ്റെയും കോർട്ട്യാർഡിൻ്റെയും ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് വർക്ക് കാണാം. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തും വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്രിൽ വർക്കും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ പ്ലാന്റ്സും വൈറ്റ് കളർ പെബിൾസും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്യാവുന്നതാണ്. പിന്നീടാണ് നമ്മൾ ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരുന്നത്. ഇവിടെയും അതേ സെയിം പാനലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. 15 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വളരെ വിശാലമായ ഒരു കൗണ്ടർ സ്പേസും മോഡേൺ ഫെസിലിറ്റി എല്ലാം ഉള്ള ഒരു സിങ്ക് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു പാർട്ടീഷനും വന്നിട്ടുണ്ട്. ഈ പാർട്ടീഷൻ്റെ മുകൾ ഭാഗത്ത് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഒരു സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 14 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെയായിട്ട് വാൾറോബും ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഒരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് അതിമനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു നോവൽ പോസ്റ്റാണ്. വുഡിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്.
സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായി നോർത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഇവിടെയും 7.5 അടിയിലേറെയാണ് വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഇത് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിനോട് ചേർന്നിട്ടാണ് ഇവിടെയായിട്ട് ഒരു 3 ഡോർ വിൻഡോ നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റൂഫിൽ നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായി സർക്കിൾ ഷേപ്പിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് ബാൽക്കണിയിലേക്കുള്ള ഒരു സിംഗിൾ ഡോറിന് ഇരുവശത്തുമായി ഒരു 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് ഈ ഒരു ബാൽക്കണിയിലേക്കാണ്. 10.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബാൽക്കണിക്ക് ചെറിയൊരു ഷെയ്ഡ് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ ബാൽക്കണിയുടെ വാളിലായി 2 മനോഹരമായ വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഒരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 ഡബിൾ ഡോർ വിൻഡോയും സൗത്തിലേക്ക് നീളമുള്ള 2 ഡബിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിന് ഇവിടെയായിട്ട് ചെറിയൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടൊരു സിംഗിൾ ഡോർ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 25 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. കൂടാതെ സ്റ്റെയറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ വെച്ച് നമുക്കൊരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനോ ഒക്കെ നടത്താനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി വരുന്നത്. 14 അടിയിലേറെ നീളവും 6 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെയായി വുഡിൽ ചെയ്ത ഒരു ഊഞ്ഞാൽ കാണാം. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 250 മീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.9 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 12 കിലോമീറ്റർ, കലൂരേക്ക് 16 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 5.25 സെന്റ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും വിശാലമായ യൂട്ടിലിറ്റി സ്പേസോട് കൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.